ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോർടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരം നമ്മുടെ ഗുജറാത്ത് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പ്ലെയേഴ്സിന്റെ ബാറ്റിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ആരൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം, ഒരു ടീമിൽ ആരൊക്കെ പിക്ക് ചെയ്യണം, അതുപോലെ ക്യാപ്റ്റൻ VC സേഫ് ആയിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ഫോൺ ചെറുതായിട്ടൊന്ന് ഹാങ് ആവുന്നുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് ഏപ്രിൽ 28 കൃത്യം 3:30 കേട്ടോ. നരേന്ദ്രമോദി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതായത് നമ്മുടെ ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ കൈ കണ്ടില്ലേ, ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ കൈ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് പെയിൻ ആവും. അപ്പോൾ മാച്ചിനെ പറ്റി പറയുന്ന സമയത്ത് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന ഒരു പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. കാരണം കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഈ റീസെൻ്റ് നടന്ന പെർഫോമൻസ് നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. സോ നമുക്ക് അതിനായിട്ട് ടാറ്റ IPL ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരം ഒന്ന് നോക്കാം കേട്ടോ. റിസൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം, നമ്മുടെ DC വേഴ്സസ് GT തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. നമ്മുടെ GTയുടെ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് ഫുള്ള് ഓൾ ഔട്ട് ആക്കി വിട്ട മാച്ച് ആയിരുന്നു കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ആരാന്ന് നോക്കാം. 3 വിക്കറ്റ് മുകേഷ് കുമാർ, 2 വിക്കറ്റ് ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്, അതുപോലെ തന്നെ 2 വിക്കറ്റ് ഇഷാന്ത് ശർമ്മ, 1 വിക്കറ്റ് ഖലീൽ അഹമ്മദ്. ഇങ്ങനെയാണ് വിക്കറ്റ്സ് വീഴ്ച വന്നത്. കൂടുതൽ ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സാണ് വിക്കറ്റ്സ് എടുത്തത്. സ്പിന്നേഴ്സ് ആകെ 2-3 വിക്കറ്റ്സ് മാത്രമേ ഇവിടെ ടേക്ക് ചെയ്യുള്ളൂ. ഇപ്പുറത്താകുമ്പോൾ സന്ദീപ് വാര്യർ, സ്പെൻസർ ജോൺസൺ, റാഷിദ് ഖാനൊക്കെ 1 വിക്കറ്റ്സ് എടുത്തിട്ടുള്ളൂ. കൂടുതലും ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സാണ് വിക്കറ്റ്സ് എടുക്കുന്നത്. റീസെൻ്റ് ആയിരുന്ന വേറൊരു മത്സരം കൊണ്ട് നോക്കുന്ന സമയത്ത്, കാരണം അത് ഓൾ ഔട്ടായ മത്സരമല്ല, അപ്പോൾ ഇത്ര റൺസ് വരുന്നതൊക്കെ നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു മത്സരത്തെക്കാട്ടിലും വേറൊരു മത്സരം ജസ്റ്റ് ചൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും. എന്താ നമ്മുടെ GT വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിൽ നടന്ന ഒരു മത്സരമായിരുന്നു കേട്ടോ. ഈ ഒരു മാച്ചിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ GTക്ക് 199 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് 200 റൺസിന് വിൻ ചെയ്യുകയും ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെ കൂടുതൽ വിക്കറ്റ്സ് എടുത്ത് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ തന്നെ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആയിരുന്നു. ഇവിടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരും സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത 2 വിക്കറ്റ് നൂർ അഹമ്മദ്, 1 വിക്കറ്റ് റാഷിദ് ഖാൻ, ഉമേഷ് യാദവ് 1 വിക്കറ്റ്, അതുപോലെ മോഹിത് ശർമ്മ, ദർശൻ നീലാണ്. ടോട്ടലി നോക്കുന്ന സമയത്ത് ഫാസ്റ്റ് ബോളേഴ്സാണ് ഇവിടെ കൂടുതലും വിക്കറ്റ് എടുക്കാറുള്ളത്. സ്പിന്നേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്പിന്നേഴ്സിനെക്കാട്ടിലും ഇരട്ടി ഫാസ്റ്റ് ബോളേഴ്സാണ് ഇവിടെ വിക്കറ്റ്സ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പിച്ച് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് 167 റൺസൊക്കെയാണ് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് ബോളേഴ്സ് 223 വിക്കറ്റ്സ് ആണ്, സ്പിന്നേഴ്സ് 115 വിക്കറ്റ്സും ആണ് എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ വെതർ റിപ്പോർട്ട് പറയുമ്പോൾ 40 ഡിഗ്രി, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില. റെയിൻ പോസിബിലിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല, വളരെ കുറവാണ്. അതുപോലെ തന്നെ SRH വേഴ്സസ് RCB തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് ഹിസ്റ്ററീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ ഇവർ തമ്മിൽ 24 മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് 13 പ്രാവശ്യം വിൻ ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ വെറും 10 പ്രാവശ്യം മാത്രമേ വിൻ ചെയ്തുള്ളൂ. കൂടുതലും വിൻ ചെയ്തിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ്. SRH വേഴ്സസ് RCB തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുമ്പോൾ സമയത്ത് അതും രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഓക്കെ ഈ പിച്ചല്ല, പക്ഷേ ഇവരുടെ H2 റെക്കോർഡ്സ് ആണ് കേട്ടോ നോക്കുന്നത്. 8 മത്സരത്തിൽ വരെ പ്ലെയറിന് അതിൽ 6 പ്രാവശ്യം സൺറൈസേഴ്സ്, 2 പ്രാവശ്യം നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. രാജീവ് ഗാന്ധി എവിടെ കേട്ടിട്ടുണ്ടല്ലോ, ഏതാ പിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുപോലെ തന്നെ ബാംഗ്ലൂരു റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു 9 മത്സരം എടുത്ത് നോക്കുമ്പോൾ അവിടെ 5 പ്രാവശ്യം ബാംഗ്ലൂരും 3 പ്രാവശ്യം ഹൈദരാബാദും കൊണ്ട് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റീസെൻറ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ ബാംഗ്ലൂരാണ് ലാസ്റ്റ് 5 പ്രാവശ്യം വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2024 സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 1 എണ്ണം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 1 എണ്ണമാണ്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 221 റൺസാണ്. ആവറേജ് സെക്കൻഡ് ഇന്നിംഗ്സ് ടോട്ടൽ 206 റൺസും ആണ് കേട്ടോ. ഹൈദരാബാദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ഈ സ്റ്റാറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഇതുവരെ 73 ഇന്നിംഗ്സ് ആണ് ഈ ഒരു പിച്ചിൽ കളിച്ചിട്ടുള്ളത് കേട്ടോ. ഈ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദ് ആണ്, പക്ഷേ ഇത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് അതൊന്നും നോക്കണ്ട, നമുക്ക് എന്തായാലും ജസ്റ്റ് ആ ഒരു പിച്ചിൻ്റെ സ്റ്റാറ്റ്സ് നോക്കണ്ട. കാരണം ഇത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതായത് നമ്മുടെ സൺറൈസേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് നരേന്ദ്രമോദിയിലായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ.
അതിൽ ഇവർ തമ്മിൽ കളിച്ച മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എസ്പെഷ്യലി ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഞാൻ 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചോയ്സിൽ എന്ന് പറഞ്ഞൊരു കിഡിലിന് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളെ ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസ് ഇവിടെ വളരെ കുറവാണ് മേടിക്കുന്നത്. ഡ്രീം ഇലവൻ്റെ പകുതി എൻട്രി ഫീസ് ആട്ടോ ഇവിടെ മേടിക്കുന്നത്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക നമ്മുടെ ചോയ്സ് 11 ആപ്ലിക്കേഷൻ. അതുകൂടാതെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഈ കോപ്പ് വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് എൻ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സംഭവമാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വഴി കാണുന്ന ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് 100 രൂപ കിട്ടുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വിഷൻ ഇലവൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. കാരണം 50,000 രൂപ ഡെയിലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവർ തരുന്നുണ്ട്. അതെങ്ങനെയെന്നല്ലേ, ഇപ്പം ഇന്നത്തെ മാച്ച് എടുത്ത് നോക്കിയാൽ ഇന്നത്തെ മാച്ചിൽ കൂടുതലും നമ്മുടെ ഗീവ് അവേ കോൺടെസ്റ്റ് തീരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, തീർന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേറൊരു മാച്ച് എടുത്ത് നോക്കാം. നമ്മുടെ GT ഇന്ന് ഒരുപാട് മാച്ച് ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഗീവ് അവേ വന്നിട്ടില്ല. അത് ഇവന്മാർ ഈ മാച്ച് കഴിഞ്ഞാലേ ഗീവ് അവേ ഇടത്തുള്ളൂ. 50,000 രൂപയ്ക്ക് അതിലും ഗീവ് അവേ ഉണ്ട്. വെറും 0 rupees ജോയിൻ ചെയ്ത് ഇന്നലെയൊക്കെ കളിച്ചല്ലേ, ഇത് കണ്ടില്ലേ. 0 rupees ജോയിൻ ചെയ്താൽ ഫസ്റ്റ് 5,000 കിട്ടി. ഇതൊന്നും ഫേക്ക് അല്ല, അത് കണ്ടില്ലേ. ഇതൊക്കെ കിട്ടുന്നതാണ്, ഇത്രയും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ വേണേ പ്രൂഫ്. 1 രൂപ കൂടെ കൊടുക്കാതെ കേട്ടോ ഇത്രയും പൈസ അമ്മമാർക്ക് കിട്ടിയത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിഷൻ ഇലവൻ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ കാണുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 100, 200, 300, 500 രൂപ വരെ ബോണസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ആപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡെയിലി ഈ ഒരു ആപ്പിൽ നമ്മൾ ഡ്രീം ഇലവനിൽ നോർമലായിട്ട് കളിക്കുന്ന കോൺടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ 299 രൂപയ്ക്ക്, അത് ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് കളിക്കാനായിട്ട് സാധിക്കും. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലോസ്കി ആപ്ലിക്കേഷനാണ് നമ്മളെ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടപ്പുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. തീർച്ചയായിട്ടും ഒരുപാട് ക്യാഷ് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന സംവിധാനം കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11, അതുപോലെ നമ്മുടെ സ്പോർട്ടസി, വിഷൻ ഇലവൻ, കുബേര, ഇതെല്ലാം അടിപൊളി ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ സ്പോർട്ടസിയും 1 രൂപ തുടങ്ങി കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വേണ്ടിയിട്ട് കുബേര 2 ഉണ്ടല്ലേ, ആ ഒരു സെയിം സംഭവം തന്നെയാണ്. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. ഡ്രീം ഇലവനെ പറ്റി ഒരുപാട് ഫേക്കും കാര്യങ്ങളാണ്. ഫേക്കല്ല, റിയൽ ആണോ ചോദിച്ചാൽ ആണ്, ഫേക്ക് ആണോ ചോദിച്ചാൽ ആണ്. അപ്പോൾ അങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അത് ആർക്കും അത് ശരിയാണെന്ന് 100% ഉറപ്പായിട്ട് പ്രൂഫില്ല നമുക്ക് കാണിക്കാൻ. സംഭവം അതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രോബബിലി പ്ലേയിങ് എല്ലാം നോക്കിയാൽ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിലാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, വൃദ്ധിമാൻ സാഹ, ദെൻ സായ് സുദർശൻ, ഡേവിഡ് മില്ലർ, ഒംറാസി, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, അതുപോലെ തന്നെ സായി കിഷോർ, മോഹിത് ശർമ്മ, നൂർ അഹമ്മദ്, സന്ദീപ് വാര്യർ, ഇത്രയും പേരാണ് ഉള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഷാറൂഖ് ഖാൻ വരാൻ ചാൻസ് ഉണ്ട് സന്ദീപ് വാര്യരുടെ പ്ലേസിലോട്ട്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലോട്ട് നോക്കുമ്പോൾ ഫാഫ് ഡുപ്ലിസി, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, വിൽ ജാക്സ്, രാജിത് പട്ടിദാർ, ദെൻ ക്യാമറോൺ ഗ്രീൻ, ദിനേശ് കാർത്തിക്, അതുപോലെ തന്നെ മാഹിപാൽ ലൊമറോർ, അതുപോലെ തന്നെ നമ്മുടെ കരൺ ശർമ്മ, ലോക്കി ഫെർഗൂസൻ, മുഹമ്മദ് സിരാജ്, യാഷ് ഡയൽ, ഇത്രയും വരാനുള്ളത്. ഇതിൽ സ്വപ്നിൽ സിംഗ് വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ പട്ടിദാറിൻ്റെ സ്ഥാനത്തോട്ട്. ഇതിൽ കീ പ്ലേയേഴ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശുഭ്മാൻ ഗിൽ, തന്നെ അതുപോലെ തന്നെ റാഷിദ് ഖാൻ, ദെൻ വിരാട് കോഹ്ലി, ക്യാമറോൺ ഗ്രീൻ, ഇവരൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ടീമിലോട്ട് ഇടാം. മസ്റ്റ് ആയിട്ട് 2 ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുഭ്മാൻ ഗിലും വിരാട് കോഹ്ലിയും തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആൾക്കാരാണ്. അതുപോലെ തന്നെ GT വേഴ്സസ് RCB തമ്മിലുള്ള ബാറ്റിംഗ് പ്രഡിക്ഷനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ ചാൻസുള്ള ശുഭ്മാൻ ഗില്ലോ ഡേവിഡ് വാർണർ ആയിരിക്കും കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ ചാൻസുള്ള. അതുപോലെ തന്നെ മോസ്റ്റ് റൺസ് RCB നോക്കുമ്പോൾ വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി ആയിരിക്കും. ഇതേപോലെ തന്നെ GT വേഴ്സസ് RCB ബെസ്റ്റ് ബൗളറായിട്ട് പെർഫോമൻസ് മോഹിത് ശർമ്മ ഓർ റാഷിദ് ഖാൻ നല്ല പെർഫോമൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ RCB യാഷ് ഡയാലോ മുഹമ്മദ് സിരാജിൻ്റെ ഒന്നും നല്ല വിക്കറ്റ്സ് എടുക്കാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. റീസെൻ്റ് ആയിട്ട് മുഹമ്മദ് സിരാജൊക്കെ ഭയങ്കര ഡൗൺ ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് റൺസ് നോക്കുന്ന സമയത്ത് ഈ ഒരു സീസണിൽ സായ് സുദർശൻ 334 റൺസാണ് 9 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ അദ്ദേഹം 9 മത്സരത്തിൽ നിന്ന് 304 റൺസും 9 മത്സരങ്ങളിൽ നിന്ന് 153 റൺസ് തിവാട്ടിയ സ്വന്തമാക്കിയിട്ടുണ്ട്. വെറും 6 മത്സരങ്ങളിൽ നിന്ന് ഡേവിഡ് വാർണർ 138 റൺസും സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൃദ്ധിമാൻ സഹ 7 മത്സരങ്ങളിൽ നിന്ന് 130 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. റാഷിദ് ഖാൻ 9 മത്സരങ്ങളിൽ നിന്ന് 84 റൺസ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മുടെ സായ് കിഷോറാണ്. 4 മത്സരങ്ങളിൽ നിന്ന് 216 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഷാറൂഖ് ഖാൻ 4 മത്സരങ്ങളിൽ നിന്ന് 166 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഡേവിഡ് മില്ലർ 6 മത്സരങ്ങളിൽ നിന്ന് 155 റൺസാണ് സ്ട്രൈക്ക് റേറ്റ്.
റാഷിദ് ഖാൻ 9 മത്സരങ്ങളിൽ നിന്ന് 147 റൺസാണ് ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ശുഭ്മാൻ ഗില്ലും രാഹുൽ തിവാട്ടിക്കും 146ഉം അതുപോലെ തന്നെ രാഹുൽ തിവാട്ടിക്ക് 141 സ്ട്രൈക്ക് റേറ്റ്. മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് ആയിട്ടുള്ള ഇരു ടീമുകളിലും നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ 8 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റ് കരസ്ഥമാക്കി മോഹിത് ശർമ്മയാണ് ഫസ്റ്റ് ഉള്ളത്. റാഷിദ് ഖാൻ 9 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഉമേഷ് യാദവ് 6 മത്സരങ്ങളിൽ നിന്ന് 7 വിക്കറ്റും സായ് കിഷോർ 4 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റ്സും നൂർ അഹമ്മദ് 7 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റ്സും സന്ദീപ് വാര്യർ 3 മത്സരങ്ങളിൽ നിന്ന് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബെസ്റ്റ് എക്കണോമി റേറ്റ്, അതായത് ഭയങ്കരമായിട്ട് റണ്ണ് കുറവ് കൊടുക്കില്ല അങ്ങനത്തെ പ്ലേയേഴ്സ് ആണെങ്കിൽ നമ്മുടെ റാഷിദ് ഖാൻ, ഷാറൂഖ് ഖാൻ, ദെൻ നൂർ അഹമ്മദ്, ഒംറാസി, സായി കിഷോർ, സ്പെൻസർ ജോൺസൺ ഇവരൊക്കെയാണ് പോകുന്നത്. ഏറ്റവും റൺസ് കുറവ് കൊടുക്കുന്നത് നമ്മുടെ റാഷിദ് ഖാനാണ് കേട്ടോ. ക്യാപ്റ്റൻസി പിക്കായിട്ട് പറയാനുള്ളത് നമ്മുടെ വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗില്ലിയാണ്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ പിക്കായിട്ട് നമ്മൾ ഷായ് സുദർശൻ, ദെൻ ക്യാമറോൺ ഗ്രീനും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ടോപ്പ് പിക്കായിട്ടുള്ള 2 പേരാണ് നമ്മുടെ റാഷിദ് ഖാനും വിൽ ജാക്സ്. അതുപോലെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട 2 പ്ലേയേഴ്സാണ് സ്വപ്നിൽ സിംഗും ദെൻ രാഹുൽ തിവാട്ടിയും. മേ ബി സ്വപ്നിൽ സിംഗ് ഒരു ഗുഡ് ഓപ്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബഡ്ജറ്റ് പിക്സ് നോക്കുന്ന സമയത്ത് കരൺ ശർമ്മ, ക്യാമറോൺ ഈ ഒരു പിക്കും ആയിരിക്കും, പക്ഷേ തീർച്ചയായിട്ടും നന്നായിട്ട് അവർ കളിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ കരൺ ശർമ്മയൊക്കെ എടുക്കുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിക്കറ്റ്സ് എടുക്കുന്നുണ്ട്, 2-3 വിക്കറ്റ്സും. ദെൻ അദ്ദേഹം കളിക്കുന്ന മത്സരങ്ങളൊക്കെ 1-2 വിക്കറ്റും എടുത്ത് അദ്ദേഹം ഡ്രീം ടീമിലോട്ടും കയറുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് പിക്ക് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഒരുപാട് മാച്ച് ഉണ്ട് കേട്ടോ ഈ ഡ്രീം 11. ക്യാഷ് ഒന്നും കൊണ്ടുപോയി കളയരുത്, കാരണം ഇപ്പന്മാർ വിഡ്രോ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ട് ഒരു പണിയാവും. ഞാൻ വിഡ്രോ ചെയ്തിട്ടോ. അപ്പോൾ റാഷിദ് ഖാൻ, മോഹിത് ശർമ്മ, റിയാസ് ടയൽ 3 ആളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. 2 ആളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറോൺ ഗ്രീൻ, വിൽ ജാക്സ് 2 ആളും, ശുഭ്മാൻ ഗിൽ, ദെൻ വിരാട് കോഹ്ലി, സായ് സുദർശൻ, ഫാഫ് ഡുപ്ലിസി, ദിനേശ് കാർത്തിക് വേണോ വെച്ചാൽ നിങ്ങളുടെ ഓപ്ഷനാണ്. ഈ പട്ടിദാറിൻ്റെ പിക്കിനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് അദ്ദേഹം കളിക്കുന്ന മത്സരങ്ങൾക്ക് ഡ്രീം ടീമിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും പട്ടിദാറിനെ എടുക്കുക, അല്ലാത്ത പക്ഷം നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. അതുപോലെ തന്നെ കരൺ ശർമ്മ അധികം ആരും സെലക്ട് ചെയ്യാത്ത പ്ലെയറാണ്, പക്ഷേ കളിക്കുന്ന മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോയിന്റ് എടുക്കാറുണ്ട്. ആകെ 3 എണ്ണേ കളിച്ചിട്ടുള്ളൂ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോയിന്റ്സ് എടുക്കാറുണ്ട്. ഏകദേശം നമ്മുടെ ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ക്യാപ്റ്റന് വീസിയും കൊടുക്കാം കേട്ടോ. ക്യാപ്റ്റൻസി ഒരുപാട് പേര് വിരാട് കോഹ്ലി തന്നെ ആയിരിക്കും കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ശുഭ്മാൻ ഗില്ലിനെ ട്രൈ ചെയ്യാം, കാരണം അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല റെക്കോർഡ്സ് ഉണ്ട്. കാരണം അവരുടെ ഹോം ഗ്രൗണ്ടോട് ആയതുകൊണ്ട് അവർക്കൊരു ബെസ്റ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആയിരിക്കും. വൈസ് ക്യാപ്റ്റൻസി നിങ്ങൾക്ക് സന്ദീപ് വാര്യറോ ഒക്കെ ട്രൈ ചെയ്യാം, കാരണം നല്ലൊരു ഓപ്ഷനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് തൽക്കാലം നമ്മുടെ ക്യാമറോൺ ഗ്രീനിനെയാണ്. ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ടീം ഒന്ന് നോക്കാം. വൃദ്ധിമാൻ സഹ, വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, ദെൻ വിൽ ജാക്സ്, ക്യാമറോൺ ഗ്രീൻ, കരൺ ശർമ്മ, സന്ദീപ് വാര്യർ, മോഹിത് ശർമ്മ, റാഷിദ് ഖാൻ, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.